5 മണിയൊന്നായി കിട്ടിയാൽ മതി, പുറത്തേക്ക് ഇറങ്ങിയാൽ മതി വെച്ചിട്ട് ഇരിക്കട്ടെ നമ്മുടെ പാർക്കുട്ടി. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും വീട്ടിൽ തന്നെ അടച്ചിരിക്കുകയല്ലേ. അപ്പോൾ 5 മണിയായി ഞാൻ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്നും പതിവ് പോലത്തെ ഈ സ്ഥലം തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ചിട്ടൊന്നും കാണാനില്ല. പിന്നെ അവൾക്കായിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റി വയ്ക്കട്ടോ ചെയ്യൽ. നമ്മുടെ പണി ഒരുങ്ങിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു 5 മണി തൊട്ടിട്ട് ഒരു 6:30 വരെ അവൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിനാട്ടോ. അത് കഴിഞ്ഞിട്ടേ പിന്നെ എൻ്റെ പണി തുടങ്ങുള്ളൂ. പ്രത്യേകിച്ചിട്ടൊന്നും കാണാനൊന്നുമില്ല, എന്നും പതിവ് പോലെ തന്നെ ഇതാ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും അവളുടെ ഒരു സന്തോഷം, അവളുടെ കയ്യും കാലൊക്കെ ഒന്ന് പേരുമല്ലോ. നീർക്കോലിയെ കാണിച്ചു കൊടുക്കുക, ചേരയെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ കുളം കാണിക്കാൻ കൊണ്ടുപോവാ. ഇവിടെ പോയിട്ടൊരു നീർക്കോലിയെ പോലും കാണുന്ന ലക്ഷണമില്ല. ഞങ്ങൾ നേരെ പാടത്തേക്ക് ഇറങ്ങിട്ടോ. പാടത്തിൻ്റെ വരമ്പത്തിരിക്കുക പുള്ളിക്കാരി. ഒരു കോലും കൈ കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം ആ വെള്ളത്തിലിങ്ങനെ തോണ്ടിക്കളിക്കലാണ് പരിപാടി. ഇവിടെ ഇങ്ങനെ ഇരുന്നാ ഇത്രയും സ്ഥലം കാണാം കേട്ടോ. ഇവിടെ ഇരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാറ്റ് കിട്ടും. വേണ്ട, അതാണ് അവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലം കേട്ടോ. മീനുണ്ടെന്നൊക്കെ അവിടെ പറയണത്. മീനൊന്നും ഇല്ല കേട്ടോ, വെറും ഞണ്ടും തവളയും മാത്രമൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. എന്നാൽ ഞാൻ അവളുടെ കൂടെ കുറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞിരിക്കട്ടെ. ശരി, ബായ്.